വെൽക്കം ടു റമീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നത് അടിപൊളിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കാനുണ്ട്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഇവിടെ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് അതേ അളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അതായത് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു സവാളൻ്റെ പാതി മതി. അത് പൊടിയായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. അതും ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി അവനവൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ ഒന്ന് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ശേഷം കൈവച്ച് തന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ദാ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരിക്കലും വെള്ളം കൂടിപ്പോകരുത്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഓവർ വെള്ളമായി കഴിഞ്ഞാൽ ഭയങ്കര വെള്ളമായി പോകും. അപ്പോൾ അങ്ങനെ വെള്ളമാക്കരുത്, കുറച്ച് മാത്രം വെള്ളമാക്കുക. കാരണം നമുക്ക് പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ കിട്ടുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ പനീർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പനീർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയനെ. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് ഇനി ബ്രെഡിലേക്ക് ഇതൊന്ന് പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എത്ര തിക്നെസ് വേണമെന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ ഓവർ തിക്കിൽ അങ്ങനെ പേസ്റ്റ് ചെയ്യുന്നില്ല. ഒരു ചെറിയൊരു തിക്നെസ്സിൽ മാത്രം കേട്ടോ പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തിക്നെസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ബ്രഷ് ചെയ്തതിലേക്ക് നമ്മൾ ഫസ്റ്റ് മസാല തേച്ചില്ലേ, ആ ഒരു ഭാഗമാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു കൂടി ഒന്ന് മസാല തേക്കണം. അത് ഈ ഒരു ടൈമിലൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ടൈമിൽ തേച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒന്ന് മസാല തേച്ചൊന്ന് പിടിപ്പിക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മസാല ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഈ മസാലയിലേക്ക് കുറച്ച് പനീർ കൂടെ ഗ്രേറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ
അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പനീർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് നട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കരിയിക്കാൻ നിൽക്കരുത്, ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ ഇതൊന്ന് മാറ്റും വേണം കേട്ടോ. ഇതിപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ നോക്കുമ്പോൾ ഇതിവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്കൊന്ന് ചൂടാറുന്നതായിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ.